ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 29ാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കിന്ന് കഴിഞ്ഞ ദിവസത്തെ ഭാഗം തന്നെ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് തുടരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രപഞ്ചം ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു, വിരാട് സ്വരൂപന്റെ ഏതേത് അവയവങ്ങൾ ഏതേത് ലോകങ്ങളായി മാറി, ഏതൊക്കെ ജീവജാലങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മവും സ്ഥൂലവുമായ രൂപങ്ങളായി നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചായിരുന്നു നാം വിശദീകരിച്ചിരുന്നത്. ആത്മബോധത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു സ്വന്തമായ ഒരു വഴി കണ്ടെത്തി പല വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം ശരിയായ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് പോലെ പല ജലാശയങ്ങൾ, പല അരുവികൾ ചേർന്ന് ഒരു ജലാശയത്തിലേക്ക് ഒഴുകിയെത്തി ആ ജലാശയം അവസാനം സമുദ്രത്തിലേക്ക് നിപതിക്കുന്നത് പോലെ പല പല കർമ്മങ്ങളിലൂടെ, പല പല ആചാരങ്ങളിലൂടെ, പല പല ധർമ്മങ്ങളിലൂടെ നാം സഞ്ചരിച്ച് അവസാനം യഥാർത്ഥത്തിലുള്ള സത്യമായിട്ടുള്ള, നിത്യമായിട്ടുള്ള, നിരാമയമായിട്ടുള്ള, ആ അനർഘമായിട്ടുള്ള, അതുല്യമായിട്ടുള്ള പദത്തിലേക്ക് നാം എത്തുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ വിരാട് സ്വരൂപനായി കാണുന്നത്. എല്ലാം ഒന്ന് തന്നെ, ഒന്നിൽ എല്ലാം നിലനിൽക്കുന്നു, അതിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അതാണ് വിരാട് സ്വരൂപ വർണ്ണന. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ വിരാട് പുരുഷനും അന്തര്യാമിയുമായ ഈശ്വരന്റെ നാഭിയിലുണ്ടായ താമരപ്പൂവിൽ നിന്നാണ് ബ്രഹ്മാവായ ഞാൻ ഉണ്ടായത് എന്ന് ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദ മഹർഷിയുടെ ചോദ്യത്തിനാണ് ബ്രഹ്മദേവൻ ഈ വിരാട് പുരുഷ വർണ്ണന നടത്തുന്നത്. ബ്രഹ്മാവായ ഞാൻ ഭഗവാന്റെ നാഭിയിലുണ്ടായ താമരപ്പൂവിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. ഞാൻ കുറച്ച് സാമഗ്രികളെല്ലാം ഒരുക്കി വിരാട് പുരുഷനെ ഒരു യജ്ഞം കൊണ്ട് ആരാധിക്കാൻ നിശ്ചയിച്ചു എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. കുറച്ച് യജ്ഞത്തിന് വേണ്ട സാമഗ്രികളെല്ലാം ഒരുക്കിക്കൊണ്ട് യജ്ഞം നടത്തി ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ വിരാട് പുരുഷന്റെ അവയവങ്ങളിൽ നിന്ന് അന്യമായി യജ്ഞപദാർത്ഥങ്ങളെ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ യജ്ഞത്തിന് വേണ്ടി ഒരുക്കുന്ന ഓരോ സാധനങ്ങളും ഭഗവാന്റെ അവയവങ്ങൾ, ഭഗവാന്റെ ശരീരം തന്നെയാണ്. അതിൽ നിന്ന് അന്യമായിട്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. യാഗത്തിന് വേണ്ടുന്ന മൃഗങ്ങള്, യൂപങ്ങൾ, ദർഭകൾ, യാഗഭൂമി, യാഗത്തിന് അനുകൂലമായ കാലം, പാത്രങ്ങൾ, ധാന്യങ്ങൾ, നെയ്യ് മുതലായ ഹോമദ്രവ്യങ്ങൾ, സ്വർണം മുതലായ ലോഹങ്ങൾ, മണ്ണ്, ജലം എന്നിവയെല്ലാം, പിന്നെ ഋക്കുകൾ, യജുസുകൾ, സാമങ്ങൾ, ബ്രഹ്മൻ, ഹോതാവ്, അങ്ങനെയുള്ള എല്ലാം എന്തൊക്കെയാണോ ഒരു യജ്ഞത്തിന് വേണ്ടുന്നത് അത് എല്ലാം ഞാൻ ഒരുക്കിയത് ഈ പരമാത്മ ചൈതന്യം തന്നെ ആകുന്ന ആ വിരാട് പുരുഷനിൽ നിന്നാണ്. അല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഇവിടെ ഇല്ല. ഭഗവാനല്ലാതെ ഞാൻ ഭഗവാനെ ആരാധിക്കുവാൻ യജ്ഞം ഞാൻ നടത്താൻ ആഗ്രഹിച്ച് ഞാൻ യജ്ഞത്തിന് വേണ്ടുന്ന കോപ്പുകൾ കൂട്ടുന്നതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുവാനല്ലേ, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുവാനുള്ള യജ്ഞം, ഹോമം, തപസ് ഇതെല്ലാം അനുഷ്ഠിക്കുമ്പോഴും അതിന് വേണ്ടുന്ന ദ്രവ്യങ്ങളും ഭഗവാൻ തന്നെയാണ്. ആരെയാണോ നാം ആരാധിക്കുന്നത് ആ ആരാധിക്കുന്ന വ്യക്തിയെ ആരാധിക്കാനുള്ള സാമഗ്രികളും അദ്ദേഹം തന്നെയാണ്. ഇവിടെ നിന്നും ഒന്നും, ഇവിടെ നാം കാണുന്നത് ഒന്നും ഭഗവാനിൽ നിന്ന് അന്യമല്ല, എല്ലാം ഭഗവാനാണ്. അതാണ് ആ വിരാട് സ്വരൂപൻ, വിശ്വരൂപം എന്നൊക്കെ നാം പറയുന്നത്. എല്ലാം അതിൽ ഉൾക്കൊള്ളുകയാണ്. നാം അതിൻ്റെ എവിടെയോ ഉള്ള ഒരു പൊടി, ഒരു വെറും ധൂളി മാത്രമാണ് ആ ബ്രഹ്മസ്വരൂപന്റെ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ പരബ്രഹ്മ തേജസ്സിന്റെ 4% മാത്രമാണ് ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡങ്ങൾക്കും ആധാരമെന്ന്. 1/4 മാത്രം. അതിന് ബാക്കിയുള്ള ആ 3 അംശങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പരമസ്വരൂപനായ ബ്രഹ്മത്തെ നാം അറിയുന്നില്ല. നാമെന്നല്ല, യോഗീശ്വരന്മാർ പോലും, പരമശിവൻ, ബ്രഹ്മദേവൻ, ഇവർ പോലും ആ യഥാർത്ഥ ബ്രഹ്മസ്വരൂപനെ അറിയുന്നില്ല.
അവർ അത് അറിയുവാൻ വേണ്ടി ബ്രഹ്മത്തിൽ തന്നെ സർവദാ ലയിച്ചത് ആ കർമ്മം, തങ്ങളെ ഏൽപ്പിച്ച കർമ്മം ആ സത്വഗുണത്തോടുകൂടി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയി ഭഗവാന്റെ തേജസ്, ആ ഭഗവാന്റെ കടാക്ഷത്തിൽ, ഭഗവാന്റെ പ്രേരണയിൽ തങ്ങളെ ഏൽപ്പിച്ച കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും പരമശിവനും എല്ലായ്പ്പോഴും ധ്യാനത്തിൽ യോഗനിദ്രയിലിരിക്കുന്നത്. ആ പരബ്രഹ്മ തേജസ്സിന്റെ വിളയാട്ടം തങ്ങളുടെ ഉള്ളിൽ നിരന്തരം അനുഭവപ്പെട്ട് ആ ചൈതന്യത്തിന്റെ പ്രേരണ കൊണ്ട് തങ്ങളെ ഏൽപ്പിച്ച സൃഷ്ടിസ്ഥിതി കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ എപ്പോഴും ധ്യാന നിമഗ്നരായി അവർ യോഗനിദ്രയിൽ ആണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ത്രിമൂർത്തികളാണ് ദൈവം അല്ലെ ദേവൻ എന്ന് കരുതുന്നത് ശരിയല്ല. ആ ത്രിമൂർത്തികളെയും ഭഗവാൻ ബ്രഹ്മചൈതന്യത്തിന്റെ ആ വിരാട് സ്വരൂപന്റെ ചൈതന്യം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, പ്രേരണ കൊണ്ടാണ് അവർ ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. നാമും ആ നമ്മുടെ മനസ്സാകുന്ന ആ ഹൃദയ കമലത്തിൽ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് നാം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സർവകർമ്മങ്ങളും ഭഗവാൻ ചെയ്യിക്കുന്നത് കൊണ്ടാണ് നാം ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് എപ്പോഴാണോ ഭഗവാൻ കടന്നു പോകുന്നത് ആ സമയം നാം ഒരു കർമ്മവും ചെയ്യാൻ കഴിയാതെ ശരീരം ഒരു ജഡമായി മാറുകയാണ്. ജഡമായ ശരീരത്തെ ജീവനുള്ളതാക്കി, തേജസ്സുള്ളതാക്കി, ചൈതന്യമുള്ളതാക്കി മാറ്റുന്നത് ആ ഭഗവാന്റെ ആ വിരാട് സ്വരൂപന്റെ ചൈതന്യമാണ്, പരമാത്മ ചൈതന്യമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നാം ഒന്നിനോടും മറ്റ് ഈ ഭൂമിയിൽ കാണുന്ന, ഐഹികത്തിൽ കാണുന്ന ഈ ഇഹലോകത്തിൽ ഉള്ള എല്ലാറ്റിനോടും നമുക്ക് അത്രയ്ക്കും ഭഗവാനോടുള്ള അത്രയ്ക്കും ഒരു അടുപ്പം മറ്റൊന്നിനോടും ഉണ്ടാകില്ല. കാരണം നമുക്ക് ജീവൻ തരുന്ന ആ ചൈതന്യത്തിനേക്കാൾ അപ്പുറമല്ലല്ലോ, അതിനേക്കാൾ വലുതല്ലല്ലോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന മറ്റ് അനുഭവിക്കുന്ന മറ്റ് ഇടപെടുന്ന മറ്റ് ബന്ധങ്ങളും സംഭവങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം. അപ്പോൾ ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് തുടർന്ന് തന്റെ നാരദ മഹർഷിയുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ സമ്പാദിച്ച യജ്ഞ പദാർത്ഥങ്ങളെ കൊണ്ട് ഞാൻ വിരാട് സ്വരൂപനായ ഭഗവാനെ യജ്ഞം ചെയ്ത് ആരാധിച്ചു. പിന്നീട് സ്വയംഭൂവൻ മുതലായ മനുക്കൾ, സ്വയംഭൂ മനുക്കൾ, മുനിമാർ, പിതൃക്കൾ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിവരെല്ലാവരും ഞാൻ ചെയ്തതുപോലെ തന്നെ, അതായത് ബ്രഹ്മദേവൻ ചെയ്തതുപോലെ തന്നെ വിരാട് പുരുഷനിൽ നിന്ന് സമ്പാദിച്ച യജ്ഞപദാർത്ഥങ്ങളാൽ വിരാട് സ്വരൂപനായ ഭഗവാനെ യജ്ഞങ്ങൾ കൊണ്ട് ആരാധിച്ചു പോന്നു, ആരാധിച്ചു വരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാനിൽ നിന്ന് ശേഖരിക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ്. നമ്മളൊരു പുഷ്പം എടുത്ത് ഭഗവാനെ അർച്ചിക്കുന്നു. ആ പുഷ്പം ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഒരു തുളസിക്കതിർ നുള്ളി ഭഗവാനെ സമർപ്പിക്കുന്നു. ആ തുളസിക്കതിർ ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഇവിടെ ജലം എടുത്ത് ഭഗവാനെ സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ പാലോ വെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ഫലമൂലാദികളോ എന്തുകൊണ്ടും ഭഗവാനെ നാം സമർപ്പിച്ച് നിവേദ്യം സമർപ്പിച്ചു എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ സമർപ്പിക്കുന്ന എല്ലാ പൂജാതി കർമ്മങ്ങളും ഭഗവാൻ തന്നെയാണ് അതിനുള്ള കോപ്പുകളായി മാറുന്നതും അതിനുള്ള പദാർത്ഥങ്ങളായി മാറുന്നതും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഭഗവാനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. എല്ലാം ആ വിരാട് സ്വരൂപന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന പക്ഷികൾ, കടന്നു പോകുന്ന മറ്റ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ജീവികൾ, നായ്ക്കൾ, അതുപോലെയുള്ള മറ്റ് ജീവികൾ, വന്യമൃഗങ്ങൾ, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ആ രൂപത്തിൽ ആ പേരുകളിൽ ആ ഒരു അതാതിൻ്റെ ആ ഒരു ഗുണത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതാണ് നമ്മളും ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളും നമ്മുടെ പേര് നമ്മുടെ രൂപത്തിൽ ഭഗവാൻ നമ്മൾ നിലനിൽക്കുന്നു. ആ നമ്മളാകുന്ന ഈ ശരീരമാകുന്ന പുറംചട്ടയുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്. പക്ഷെ ഈ പുറംചട്ട വന്നത് കാരണം നമുക്കൊരു പേര്, ഒരു വ്യത്യസ്തമായ ഒരു പേരും നമ്മൾ ഏത് ജീവിയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ബോട്ടിലുകളിൽ മരുന്നുകൾ ശേഖരിച്ചു വെച്ചാൽ എല്ലാ മരുന്നുകളും ഒരേ മാതിരി ഇരിക്കും.
അപ്പോൾ അതിൻ്റെ പുറമേയുള്ള ലേബൽ നോക്കിയിട്ടല്ലേ നമ്മൾ ആ കുപ്പികൾ അല്ലെ ബോട്ടിലുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ മരുന്നുകളൊക്കെ വേർതിരിച്ച് ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റലുകളിലൊക്കെ അല്ലേ? അതുപോലെ മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ ജീവിവർഗങ്ങളെ കാണുമ്പോൾ അതങ്ങനെ ജീവി ഇങ്ങനെ ജീവി എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. മനുഷ്യൻ തന്നെ നമ്മൾ പരസ്പരം എതിർക്കുകയും അല്ലെങ്കിൽ വെറുക്കുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും പ്രതികാരം ചെയ്യുകയും ചേർത്തു പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ വ്യത്യസ്ത പേരുകളിൽ അല്ലെ രൂപത്തിൽ ഒക്കെയുള്ള ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ വ്യത്യസ്ത രൂപങ്ങളിൽ വരുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെയും ആ നേത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആത്മാവിനെ നമുക്ക് സ്പർശിക്കാൻ കഴിയും. ആ ആത്മാവിൻ്റെ പുറമേക്കുള്ള ആ ഒരു പുറമേക്കുള്ള കാഴ്ചയാണ് നമ്മുടെ നേത്രങ്ങൾ, ചക്ഷുസ് എന്ന് പറയുന്നത്. ആത്മസ്വരൂപനെ ഭഗവാൻ പുറത്തേക്ക് നോക്കുകയാണ് നമ്മുടെ കണ്ണുകളിലൂടെ. അത് നമ്മുടേതല്ല കണ്ണ്, നമ്മുടെ മുഖത്തിരിക്കുന്ന കണ്ണ് അല്ല അവയവങ്ങൾ ഓരോന്നും അത് ഭഗവാനാണ്. ആ ഭഗവാൻ നമ്മളിലൂടെ ഈ ലോകത്തെ അനുഭവിക്കാൻ വേണ്ടി ഓരോ അവയവങ്ങളായി മാറിയിരിക്കുകയാണ്. വളരെ വിശദമായി വളരെ ചിന്തയോടുകൂടി ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതെല്ലാം മനസ്സിൽ ഉറപ്പിക്കുക. കേട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഭാഗവതം വർഷങ്ങളായി കേൾക്കുന്നു, സപ്താഹങ്ങളിൽ പങ്കെടുക്കുന്നു, ഭഗവത്ഗീത ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നു, നാരായണീയം പഠിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ഗുണം കിട്ടിയെന്ന് ആലോചിക്കണം. നമ്മൾ കുറേ ശ്ലോകങ്ങളൊക്കെ പഠിച്ചു, മനഃപ്പാഠം പഠിച്ചു, എവിടെയെങ്കിലുമൊക്കെ ചൊല്ലുവാൻ പഠിച്ചു. ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടിയത്? അതാണോ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട യഥാർത്ഥ ജ്ഞാനം? അതാണോ യഥാർത്ഥ തത്വം? അതാണോ? ആലോചിച്ച് നോക്കൂ. ഈ ശ്ലോകങ്ങളൊക്കെ പഠിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മിച്ചമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനം ഉപേക്ഷിക്കാത്തത് അതുകൊണ്ടാണ്. നമ്മൾ പഠിക്കുകയല്ല, ഭഗവാനെ നിരന്തരം നമ്മൾ രുചിക്കുകയാണ് ചെയ്യുന്നത്. ആ തത്വത്തിലൂടെ നാം മനസ്സിൽ നിധിധ്യാസനം ചെയ്ത് ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ ശ്ലോകങ്ങൾ മനഃപ്പാഠം പഠിച്ച് അത് ഏതെങ്കിലുമൊക്കെ വേദികളിൽ അത് പറയുകയോ അല്ലെങ്കിൽ ഉച്ചരിക്കുകയൊക്കെ ചെയ്തിട്ട് വലിയ പാണ്ഡിത്യമുണ്ട് അല്ലെങ്കിൽ വളരെ വലിയ ആളാണ് എന്നൊക്കെ, ജ്ഞാനമുള്ള ആളാണെന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ഉൾക്കൊണ്ടാലും അത് നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിണാമം, ഒരു മാറ്റത്തിന് വേണ്ടിയാകണം. ആരുടെ വാക്കുകളാണോ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന, അവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. അല്ലാതെ ഗുരുവിന്റെ വേഷത്തിൽ കുറച്ച് വേഷങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിലോ ഇരിക്കുന്നവർ അല്ല. ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം വലിയ വലിയ മഠത്തിൽ നിന്ന് മഠാധിപതികളൊക്കെ വന്ന് നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യവും അതിൽ അവർ നമുക്ക് വേണ്ടി തരാൻ യാതൊന്നും അവരുടെ പ്രസംഗങ്ങളിൽ കാണില്ല. അവരുടെ പ്രഭാഷണങ്ങൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇരുന്ന് നമ്മൾ കേട്ടാലും നമുക്ക് യാതൊരു ഗുണവും അതിൽ നിന്ന് കിട്ടില്ല. കാരണം അവർക്ക് തത്വം അറിഞ്ഞുകൂടാ. തത്വം അറിയാതെ അവർ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ അതിന്റെ പുറംചട്ടകളിൽ കിടന്ന് പരതുകയാണ്. ബ്രഹ്മത്തെ ഒന്നുമല്ല അവർ അന്വേഷിക്കുന്ന ഭൗതിക സുഖങ്ങളിൽ എങ്ങനെ മനുഷ്യർക്ക് അഭിരമിക്കാം എന്നതിനെ കുറിച്ചാണ്. അങ്ങനെ നമ്മളെ തെറ്റായ വഴിയിലേക്കൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഗുരുക്കന്മാർ കൊണ്ടുപോകുന്നത്. നമ്മൾ ആരൊക്കെയാണോ യഥാർത്ഥത്തിൽ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആരാണോ ആഗ്രഹിക്കുന്നവർ, അവർക്ക് പല വഴിയെ പോകേണ്ട ഗുരുക്കന്മാരെ തേടി പോകരുത്. പല വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം എത്തേണ്ട ഒരു വഴിയിലെത്തുമ്പോൾ ആ വഴിയെ സഞ്ചരിക്കുന്ന നമുക്ക് മുന്നേ സഞ്ചരിച്ച നമുക്ക് അതിനുള്ള മാർഗനിർദ്ദേശം തരുന്നവരുടെ പിന്നാലെ അവരുടെ വാക്കുകൾ കേട്ടാണ് നാം പോകേണ്ടത്. വീണ്ടും നമ്മളെ പല വഴിയിലേക്ക് നയിക്കുന്നവരെ ആകരുത് ഗുരുക്കളായിട്ടും അല്ലെ നമ്മുടെ റോൾ മോഡലുകളൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഈ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ആത്മബോധത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കേൾക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ വ്യത്യസ്തമായ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവിടെയും ഇവിടെയും ഒക്കെ പല വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇത് രുചിക്കില്ല. ഭഗവാനിലേക്ക് വന്നാൽ ഈ പല വഴികളെല്ലാം ഒരു വഴിയാവും. എന്താണോ ആഗ്രഹിച്ചത് അതിനുപരി ഭഗവാൻ തരും.
വളരെ ഉറപ്പുള്ള കാര്യമാണ്, ഭഗവാൻ തന്നിരിക്കും. അല്ലെ ഭഗവാനെ ആഗ്രഹിച്ചാൽ, അല്ലെ ഭഗവാനിലേക്ക് വന്നാൽ മോക്ഷം മാത്രമല്ല ലഭിക്കുന്നത്, മരണശേഷമുള്ള മോക്ഷം എന്ന് വെച്ചാൽ മുക്തി, ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്നുള്ള മുക്തി. എന്തൊക്കെയാണോ ജീവിതത്തിനെ അലട്ടിക്കൊണ്ടിരുന്നത്, എന്തൊക്കെയാണോ ജീവിതത്തിൽ പ്രയാസങ്ങളായിട്ടുള്ളത്, അതിനെയെല്ലാം മാറ്റി പൂർണ്ണമായ മുക്തി, സ്വാതന്ത്ര്യം, സന്തോഷം, എല്ലാ വിടുതലും നമുക്ക് ഭഗവാൻ തരും. അല്ലാതെ മരണശേഷം നമുക്ക് സ്വർഗമല്ല തരുന്നത് ഭഗവാൻ. ഭൂമിയിൽ വെച്ചാണ് ഭഗവാൻ നമുക്ക് എല്ലാ മുക്തിയും നമുക്ക് ഇവിടുത്തെ ഈ ഇഹത്തിലെ ജീവിതത്തിലാണ് ഇത് തരുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം വിരാട് പുരുഷനായ നാരായണനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വതേ സത്വാദി ഗുണങ്ങളോട് യാതൊരു ബന്ധവുമില്ലാത്തവനാണ് നമ്മുടെ ഭഗവാൻ. എങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി ഭഗവാൻ 3 ഗുണങ്ങളെ സ്വീകരിക്കുന്നു. ഇതൊക്കെ ഞാൻ ഈ ഗുണങ്ങളെക്കുറിച്ച്, ഗുണത്രയങ്ങളും ആ ഓരോ ഗുണവും മനുഷ്യ ശരീരത്തിൽ ഏതേത് അവയവങ്ങളായി മാറി എന്നതൊക്കെ വിശദമായി പറഞ്ഞതായിരുന്നു. ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ബ്രഹ്മദേവനായ ഞാൻ സൃഷ്ടി നടത്തുന്നത്. പരമശിവൻ സംഹരിക്കുന്നതും അവിടുത്തെ പ്രേരണയാൽ തന്നെയാണ്, ഭഗവാന്റെ പ്രേരണ കൊണ്ട്. വിഷ്ണു സ്വരൂപേണ അവിടുന്ന് ലോകത്തെ രക്ഷിച്ചുകൊണ്ടുമിരിക്കുന്നു. ആ വിരാട് സ്വരൂപൻ വിഷ്ണുവിന്റെ രൂപത്തിൽ ലോകത്തെ രക്ഷിക്കുന്നു, പരമശിവന്റെ രൂപത്തിൽ ലോകത്തെ സംഹരിക്കുന്നു, ബ്രഹ്മദേവന്റെ രൂപത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ടും ഇരിക്കുന്നു. അല്ലയോ നാരദ, ഇങ്ങനെ നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. വിരാട് സ്വരൂപനായ ഭഗവാനിൽ നിന്ന് അന്യമായി സ്ഥൂല പ്രപഞ്ചമോ സൂക്ഷ്മ പ്രപഞ്ചമോ ഇല്ല. ബ്രഹ്മദേവൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എല്ലാം. എന്റെ വാക്ക് ഒരിക്കലും അസത്യമായി തീരാറില്ല, എന്റെ മനസ്സ് ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാറില്ല. ബ്രഹ്മദേവൻ പറയുകയാണ്, എന്റെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും അധർമ്മ മാർഗത്തിലൂടെ നീങ്ങാറില്ല. അതിനെല്ലാം കാരണം ഞാൻ നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് കൊണ്ടാണ്. ആരാണോ, ഇപ്പൊ ബ്രഹ്മദേവൻ മാത്രമല്ല, ആരാണോ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനോടുള്ള അമിതമായ സ്നേഹത്തോടെ, ആരാധനയോടെ, പ്രേമത്തോടെ ആര് ഭഗവാനെ ആരാധിക്കുന്നു, ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു, ആ പത്മപാദങ്ങളിൽ ആര് ശരണാഗതി അടയുന്നു, അവർക്ക് പിന്നെ അസത്യം അവരുടെ നാവിൽ, വാക്കിലുണ്ടാവില്ല. ഒരിക്കലും തെറ്റായ വഴിയിലൂടെ അവർ സഞ്ചരിക്കില്ല. ഇന്ദ്രിയങ്ങൾ ഒരിക്കലും അധർമ്മ മാർഗത്തിലൂടെ ആ അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം ഞാൻ വേദസ്വരൂപനാണ്. വേദങ്ങളുടെ എല്ലാം ഉറവിടമായ ഭഗവാനാണ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ഞാൻ തപസ്വരൂപനാണ്, പ്രജാപതികളുടെ എല്ലാം അധിപതിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠനായ ഞാൻ എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് യാഗം അഭ്യസിച്ചിട്ടും ഏതൊരു ഭഗവാനിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്, ആ ഭഗവാനെ അറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. ഞാൻ ജ്ഞാനസ്വരൂപിയാണ്, തപസ്വരൂപനാണ്, പ്രജാപതികളുടെ എല്ലാം അധിപതിയാണ്, എല്ലാം കൊണ്ടും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠനാണ് ബ്രഹ്മദേവനായ ഞാൻ. എന്നിട്ടും ഞാൻ ആരിൽ നിന്നുണ്ടായോ ആ ഉണ്ടായ ഭഗവാനെ എനിക്ക് അറിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. സദാ യോഗനിദ്രയിലിരിക്കുന്ന ബ്രഹ്മദേവൻ പറയുന്നു. അപ്പോൾ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ഏതെങ്കിലും ഒരു സമയം മാത്രം ഭഗവാനെ ഓർക്കുകയോ അല്ലെ ഭഗവാന്റെ നാമം ജപിക്കുകയോ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള വെറും നികൃഷ്ട ജന്മങ്ങൾക്ക് എങ്ങനെ ഭഗവാനെ അറിയാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നമ്മൾ പറയും ഭഗവാനെ നാം അറിഞ്ഞു, അനുഭവിച്ചു എന്നൊക്കെ, ഇല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഭഗവാനിലേക്ക് അടുക്കുന്ന ഓരോ വ്യക്തിക്കും ഭഗവാൻ തൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു തുള്ളി, ഭഗവാന്റെ അനുഗ്രഹങ്ങളുടെ ഒരു അംശം നമ്മളിലേക്കൊന്ന് തൊട്ട് തെറിപ്പിക്കും. അപ്പോൾ അതിലേക്ക് വരൂ, ഇതാണ് നിന്റെ വഴി എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഈ നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഞാൻ ഈ ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു. നാരദ മഹർഷിക്ക് ഭഗവാൻ മനസ്സിലിങ്ങനെ പൂർണ്ണ സ്വരൂപനായി ദർശനം കൊടുത്തതും പിന്നീട് ദർശനം നാരദ മഹർഷി എത്ര ഇരുന്നിട്ടും ആ ഭഗവാനെ കിട്ടിയില്ല. അപ്പോൾ ഭഗവാൻ ശബ്ദരൂപത്തിൽ ഭഗവാൻ പറഞ്ഞു, നീ എന്നിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ മനസ്സിൽ എന്നെ നിറച്ചു വെച്ചത്. അതുകൊണ്ട് ഈ ജന്മം ഇനി നിനക്ക് എന്നെ കാണുവാൻ സാധിക്കുകയില്ല, എന്നെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. നീ വീണ്ടും ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാൽ
എടുക്കുമ്പോൾ നിനക്ക് എന്നെ പൂർണ്ണമായി യാതൊരു തടസ്സവും കൂടാതെ എൻ്റെ ഈ പ്രപഞ്ചത്തിൽ എവിടെയും സഞ്ചരിക്കുവാൻ നിനക്ക് സാധിക്കും എന്ന് ഈ നാരദ മഹർഷി അതിനു മുമ്പൊരു സാധുവായ ബ്രാഹ്മണ സ്ത്രീയുടെ മകനായിരുന്നു. ആ മകൻ കുറച്ച് ബ്രാഹ്മണന്മാരുടെ, അതായത് ചാതുർമാസ്യം ആചരിക്കാൻ വന്ന ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിൽ ചെന്നാണ് ബ്രഹ്മത്തെ കുറിച്ചുള്ള ആധ്യാത്മിക ബോധത്തിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇതൊക്കെ ആരും കേൾക്കാത്തവരാണെങ്കിൽ ആദ്യ ഭാഗങ്ങൾ, ഇപ്പോൾ 29ാമത്തെ ഭാഗമേ ആയിട്ടുള്ളൂ, ആദ്യം മുതലുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ തത്വങ്ങളെക്കുറിച്ച്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, നമ്മുടെ ഇതിഹാസങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. തുച്ഛമായ ജീവിതമല്ലേ ഉള്ളൂ നമുക്ക്. നമ്മൾ ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇനി എന്നാണ് അറിയുന്നത്? അതുകൊണ്ട് എല്ലാവരും ഇത് അറിയാൻ ശ്രമിക്കുക, അനുഭവിക്കാൻ ശ്രമിക്കുക, ഭഗവാനിലെത്തുവാൻ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. അദ്ദേഹത്തെ അങ്ങനെ ഭഗവാനെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. തന്നെ ആശ്രയിക്കുന്നവരുടെ സംസാര വാസനകളെ നിശേഷം നശിപ്പിക്കുന്നവനും എല്ലാവർക്കും മംഗളമുണ്ടാക്കുന്നവനുമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ പാദകമലങ്ങളെ ഞാൻ ഭക്തിയോടെ നമസ്കരിക്കുന്നു എന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. ആകാശത്തിന് സ്വന്തം അതിർവരമ്പുകൾ ഉണ്ടാക്കുവാൻ, അല്ലെ അതിർവരമ്പുകൾ എവിടെയെന്ന് ആകാശത്തിന് അറിയാൻ കഴിയുമോ? അല്ലെ ആകാശത്തിൽ പറക്കുന്ന പക്ഷിക്ക് ആകാശത്തിന്റെ അതിർവരമ്പ് അറിയാൻ കഴിയുമോ? ഏതെങ്കിലും ജീവികൾക്ക് അറിയാൻ കഴിയുമോ? അനന്തമല്ലേ ആകാശം. അതുപോലെ സ്വന്തം മായയുടെ വൈഭവം എത്രമാത്രമാണെന്ന് ഭഗവാന് പോലും അറിയാൻ കഴിയില്ല. ഭഗവാൻ പോലും അറിഞ്ഞിട്ടില്ല തൻ്റെ തന്നെ പുഞ്ചിരിയായ ആ മായയുടെ ആ പരിധി എത്രയെന്ന്. ആ സ്ഥിതിക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഈ മായാശക്തിയെ കുറിച്ച് അറിയാൻ കഴിയുന്നത്? ഭഗവാൻ തന്നെ സൃഷ്ടിച്ച മായാപ്രകൃതിയെ ഭഗവാന് പോലും അറിഞ്ഞുകൂടാ എന്തുമാത്രമാണ് അതിൻ്റെ ഒരു പരിധിയെന്ന്. അപ്പോൾ ആ ഭഗവാന്റെ സൃഷ്ടികളായ നിസാരരായ വെറും ജീവികളായ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ബ്രഹ്മാവായ എനിക്കോ നാരദാദി മഹർഷിമാരായ അങ്ങേപോലെ ഉള്ളവർക്കോ പരമശിവനോ പോലും ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ സാധിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ദേവന്മാരോ മറ്റുള്ളവരോ എങ്ങനെ അറിയുവാനാണ്? ഭഗവാന്റെ മായ കൊണ്ട് മയങ്ങിയ ബുദ്ധിയോടു കൂടിയവരാണ് നമ്മളെല്ലാവരും. അതിനാൽ പല രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ജഗത്തിനെ നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് നമ്മൾ കാണുന്നു, നമ്മൾ അതിനെ വ്യവച്ഛേദിക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ബ്രഹ്മത്തിന്റെ രൂപം, പ്രകൃതം, അനുഭവം, ഗുണം ഇതൊന്നും നമുക്കറിയത്തില്ല. പിന്നെയോ നമുക്കറിയാവുന്ന രൂപത്തിൽ നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഓരോരുത്തരും അതിന് വ്യാഖ്യാനം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ വ്യാഖ്യാനങ്ങൾക്കൊക്കെ ഉപരിയാണ് സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യം എന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും കീർത്തിക്കാൻ ഉള്ള സമയമാണ്. നമ്മൾ അതൊക്കെയാണ് ഇനിയും ചെയ്യേണ്ടത്. എന്നാൽ പരമാർത്ഥ സ്വരൂപേണ നമുക്ക് ആർക്കും ഭഗവാനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്രകാരമുള്ള ഭഗവാന് നമസ്കാരം. ജനനമില്ലാത്തവനും ആദിയിലുള്ളവനും പരമപുരുഷനുമായ ഭഗവാൻ ഓരോ കൽപ്പത്തിലും തന്നിൽ തന്നെ തന്നെ കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഓരോ കൽപ്പത്തിലും തന്നിൽ തന്നെ തന്നെ കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഓരോ കൽപ്പാന്തത്തിലും ഭഗവാൻ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു, തന്നിൽ തന്നെ സൃഷ്ടിക്കുന്നു, തന്നിൽ തന്നെ സംഹരിക്കുന്നു. താൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വ്യത്യസ്തമായ പേരുകളിൽ മാത്രം. നമ്മളെപ്പോഴും പറയും ഒരു ആക്ടർ വ്യത്യസ്തമായിട്ടുള്ള, നമ്മുടെ ഇപ്പം സൂപ്പർ സ്റ്റാറുകളൊക്കെ എത്രയോ സിനിമകളിൽ വ്യത്യസ്തമായിട്ടുള്ള, അന്യഭാഷകളിലും സ്വഭാഷയിലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്തേക്കുന്നു. അതിനെല്ലാം വ്യത്യസ്തമായ പേരുകളാണ് അല്ലേ? ആ പേരുകൾ, പക്ഷെ അദ്ദേഹത്തിന് ഒരു പേരേ ഉണ്ടാവൂ. അദ്ദേഹത്തിന്റെ റോളുകൾക്കാണ് വ്യത്യസ്തമായ പേരുകൾ എന്ന് പറയുന്നത് പോലെ സാക്ഷാൽ ഈ ബ്രഹ്മചൈതന്യം ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഭൂരൂപങ്ങളുടെയും പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ അചരങ്ങളുടെയും രൂപത്തിലും പേരിലും ഇവിടെ നിലനിൽക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല, ഈ പേരുകളും രൂപങ്ങളും നാമങ്ങളും ഭേദങ്ങളും ഒന്നുമല്ല ബ്രഹ്മം.
അതിന് മറ്റൊരു പേരും രൂപവും ഒക്കെയുണ്ട്. നാം അതാടിത്തീർക്കുന്ന വ്യത്യസ്തമായ പേരുകളിലും രൂപങ്ങളിലും ഒക്കെ ഇരിക്കുന്നു. നാമും ബ്രഹ്മം തന്നെ. നമ്മുടെ പേര് നമ്മുടെ ഈ ശരീരത്തിന്റെ പേരാണ്. യഥാർത്ഥത്തിൽ നമ്മിലിരിക്കുന്ന ബോധമാണ് ഞാൻ. ആ ഞാൻ തന്നെയാണ് എല്ലാവരിലും ഇരിക്കുന്ന ഞാൻ. പരമാത്മാവായ ഭഗവാൻ തന്നിൽ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളായി വിളങ്ങുന്നതും പരമാത്മാവായ ഭഗവാൻ തന്നെ. സ്വർണത്തിൽ നിന്ന് വേറെയായ ആഭരണമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ എല്ലാ ആഭരണങ്ങളും സ്വർണത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. സ്വർണമില്ലെങ്കിൽ മറ്റൊന്നും ആഭരണങ്ങളില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പരമാത്മാവിൽ നിന്ന് ഭിന്നമായി പ്രപഞ്ചമില്ല. വ്യത്യസ്തമായി പ്രപഞ്ചമില്ല. മായാസംബന്ധമില്ലാത്തതും ഏകവും ഉപാധികളെ കൊണ്ട് മറയപ്പെട്ടതും ഉപാധികളെ കൊണ്ട് മറയപ്പെടാത്തതും ഏതൊരു ഉപാധിയെ കൊണ്ടും മറയപ്പെടാത്തതും എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്നതും ഭൂതം, വർത്തമാനം, ഭാവി എന്നീ 3 കാലങ്ങളിലും മാറ്റമില്ലാതെ വിളങ്ങുന്നവനും സത്യവും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും ആദിയും അവസാനമില്ലാത്തതുമായ 3 ഗുണങ്ങളിൽ പെടാത്തവനുമായ നിത്യനായ അദ്വിതീയനായ ജ്ഞാനമാണ് ഭഗവാന്റെ യഥാർത്ഥ വാസ്തവ സ്വരൂപം. ഭഗവാന്റെ വാസ്തവ സ്വരൂപം എന്താണെന്ന് ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സംബന്ധമില്ലാത്തവനും ഏകനും ഉപാധികളെ കൊണ്ട് മറയപ്പെടാത്തതും എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്നതും ഭൂതം, വർത്തമാനം, ഭാവി എന്നീ 3 കാലങ്ങളിലും മാറ്റമില്ലാതെ വിളങ്ങുന്നവനും സത്യമാണ് ഭഗവാൻ. എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ. ആദിയും അവസാനവും ഇല്ലാത്തവനാണ് ഭഗവാൻ. 3 ഗുണങ്ങളോടും കൂടാത്തവനാണ്. ത്രിഗുണങ്ങളോട് ബന്ധമില്ലാത്തവനാണ് ഭഗവാൻ. നിത്യനാണ്, അദ്വിതീയനാണ്, ജ്ഞാനമാണ് ഭഗവാൻ. ഇതൊക്കെയാണ് ഭഗവാന്റെ വാസ്തവ സ്വരൂപം. ഈ സ്വരൂപത്തിലെങ്ങാണമാണോ നാം ഭഗവാനെ ഭജിക്കുന്നത്? നമ്മൾ ഭഗവാന്റെ സ്ഥൂല രൂപങ്ങൾ, നമുക്കിഷ്ടപ്പെടുന്ന രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കുന്നു, ഹൃദയത്തിൽ ചേർക്കുന്നു, അതിനെ ഭഗവാനായിട്ട് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ ഈ ജ്ഞാനസ്വരൂപനാണ് എന്നാണ് ബ്രഹ്മദേവൻ തന്റെ മകനായ നാരദ മഹർഷിക്ക് ഉപദേശം കൊടുക്കുന്നത്. ഇന്ദ്രിയങ്ങളും മനസ്സും ശാന്തമായി അടങ്ങുമ്പോൾ മുനിമാർ തങ്ങളിൽ തന്നെ ആ ആത്മതത്വത്തെ അനുഭവിക്കുന്നു. അനുഭവരൂപേണ മുനിമാർ തങ്ങളിൽ തന്നെ അറിയുന്നു. ആ ശാന്തസ്വരൂപത്തിൽ ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി വൈരാഗ്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നു. നമ്മൾ ദുസ്തർക്കങ്ങളിൽ ബുദ്ധി ദുഷിക്കുമ്പോൾ ആത്മസ്വരൂപം മറയപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മിലിരിക്കുന്ന പ്രകാശോജ്വലമായ ആത്മസ്വരൂപം എങ്ങനെയാണ് മറയപ്പെടുന്നത്? പലതരത്തിലുള്ള ദുസ്തർക്കങ്ങൾ, പലതരത്തിലുള്ള തർക്ക വിഷയങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് ഭൗതികത്തിൽ മുഴുകി മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞ് ബുദ്ധിയൊക്കെ ദുഷിച്ചു കഴിയുമ്പോൾ നമ്മളിലിരിക്കുന്ന ആത്മസ്വരൂപം മറഞ്ഞു പോകുന്നു. നമ്മൾ ഈശ്വര സാമീപ്യത്തിൽ, സത്സംഗത്തിൽ ഒക്കെ ഇരിക്കുമ്പോഴാണ് ആത്മസ്വരൂപത്തിന് ക്രമേണ ഒരു തെളിച്ചം വന്ന്, ഒരു പ്രകാശം വന്ന് അതിങ്ങനെ തെളിഞ്ഞൊരു രൂപം കൈക്കൊള്ളുന്നത്. വീണ്ടും നമ്മൾ ഈ ഭൗതികത്തിലായിട്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആ ആത്മസ്വരൂപം നഷ്ടപ്പെട്ടു പോകുന്നു. എങ്ങും വ്യാപിച്ചവനായ പരമാത്മാവിന്റെ ആദ്യത്തെ അവതാരമാണ് വിരാട് പുരുഷൻ. ഭഗവാൻ ആദ്യമായിട്ട് വിരാട് പുരുഷനായി അവതരിച്ചാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ വിരാട് പുരുഷൻ കാലസ്വരൂപനുമാണ്, കാര്യകാരണസ്വരൂപമായ പ്രകൃതിയോട് കൂടിയവനുമാണ്. ഈ വിരാട് സ്വരൂപൻ കാലസ്വരൂപനാണ്. കാലങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. എങ്കിലും കാലാതീതനായ ഭഗവാനിൽ നിന്നാണ് കാലസ്വരൂപനായ ആ വിരാട് പുരുഷനെ ഭഗവാൻ ജന്മം കൊടുത്തത്. അപ്പോൾ കാര്യകാരണസ്വരൂപമായ പ്രകൃതിയോട് കൂടിയ ആ വിരാട് സ്വരൂപനാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം. ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, സത്വാദി ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഇവയുടെ എല്ലാം സമഷ്ടി ദേഹത്തോടു കൂടിയവനും വൃഷ്ടി ശരീരങ്ങളോട് കൂടിയവനും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനും വിളങ്ങുന്നവനും ആണ് ആ വിരാട് പുരുഷൻ. ബ്രഹ്മാവാകുന്ന ഞാൻ, പരമശിവൻ
യജ്ഞൻ എന്ന പേരോടുകൂടിയ ഇന്ദ്രൻ, ദക്ഷൻ മുതലായ പ്രജാപതികൾ, നാരദനായ അങ്ങയെപ്പോലെയുള്ള ഋഷിമാർ, സ്വർഗലോകത്തിന്റെ അധിപതികൾ, പക്ഷിലോകത്തിന്റെ അധിപന്മാർ, മനുഷ്യരുടെ കുലപതികളായിട്ടുള്ള ചക്രവർത്തിമാർ, അതലം വിതലം മുതലായ ലോകങ്ങളുടെ അധിപന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, സർപ്പങ്ങൾ, ഇവരുടെ എല്ലാ അധിപന്മാർ, മഹർഷിമാരിൽ ശ്രേഷ്ഠന്മാരായ പിതൃക്കൾ, ദൈത്യന്മാർ, സിദ്ധന്മാർ, ദാനവന്മാർ, ഇവരുടെ എല്ലാം അധിപതികൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, ഭൂതങ്ങൾ, കൂഷ്മാണ്ഡങ്ങൾ, ജലജീവികൾ, മൃഗങ്ങൾ, പശുക്കൾ, ഇവരുടെ എല്ലാം അധിപതിമാർ, ഇങ്ങനെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാം വിരാട് സ്വരൂപനിൽ നിന്ന് ലഭിച്ച ഇന്ദ്രിയ ശക്തി, മനഃശക്തി, ശരീരബലം, ക്ഷമാശക്തി എന്നിവയോട് കൂടിയവരാണ്. ഇവിടെ ഈ പറഞ്ഞ എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള മൊത്തം ജീവജാലങ്ങളെയും അതിന്റെ അധിപതികളെയുമാണ് പറഞ്ഞത്. ഇതെല്ലാം വിരാട് സ്വരൂപനായ ഭഗവാനിൽ നിന്ന് ലഭിച്ച ഇന്ദ്രിയശക്തി, മനഃശക്തി, ശരീരബലം, ക്ഷമാശക്തി എന്നിവയോട് കൂടിയവതാണ് ഇവിടെ കാണുന്നതെല്ലാം. ശ്രീത്വം, ലജ്ജ, മാഹാത്മ്യം, ബുദ്ധി മുതലായ ഗുണങ്ങളോട് കൂടിയവ, അത്ഭുതമായ വർണ്ണങ്ങളോട് കൂടിയവ, രൂപമുള്ളവ, ആകൃതി ഇല്ലാത്തവ, ഇവയെല്ലാം വിരാട് സ്വരൂപന്റെ രൂപഭേദങ്ങൾ തന്നെയാണ്. സർവവ്യാപിയായ വിരാട് പുരുഷന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളെ ഞാൻ പറഞ്ഞു തരാം അല്ലയോ നാരദ എന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. ആ അവതാരങ്ങൾ മനോഹരങ്ങളാണ്. കാതിന്റെ മാലിന്യത്തെ നശിപ്പിക്കുന്നവയാണ് ആ അവതാര ലീലകൾ. ഞാൻ വർണ്ണിക്കാൻ പോകുന്ന ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും ശ്രദ്ധയോടെ കേൾക്കൂ നാരദ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളെ കീർത്തിക്കുകയാണ് ഇനി അടുത്ത ഭാഗത്ത്. അപ്പോൾ ഈ വിരാട് സ്വരൂപ വർണ്ണനയാണ് ഇവിടെ തീർന്നത്. ഈ വിരാട് സ്വരൂപൻ ആരാണ്? ആ ഭഗവാൻ പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ വേണ്ടി ആ ജ്ഞാനസ്വരൂപനായ സത്യസ്വരൂപനായ ആ ഭഗവാൻ ഒരു രൂപം കൈക്കൊണ്ടതാണ് വിരാട് സ്വരൂപനാകുന്ന ഈ ലോകപ്രപഞ്ചം മുഴുവൻ. അതിൽ ഓരോ അവയവങ്ങളാണ്, ഓരോ തലങ്ങൾ, ഓരോ ബ്രഹ്മാണ്ഡങ്ങൾ, ഓരോ ലോകങ്ങൾ. ആ ലോകങ്ങളിലുള്ള ഓരോ ജീവജാലങ്ങളും വിരാട് സ്വരൂപന്റെ ശരീരഭാഗങ്ങളുടെ ഏതേത് അവയവങ്ങളാണ്? നഖങ്ങൾ, പല്ലുകൾ, എല്ലുകൾ, മുഖം, മുടി, കണ്ണുകൾ, ഹൃദയം, മനസ്സ്, ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശദമായി പറഞ്ഞിരുന്നു. ഏതേത് അവയവങ്ങളിൽ നിന്നാണ് എന്തെന്ത് ഉണ്ടായിരിക്കുന്നത് എന്ന്. എല്ലാം ഈ വിരാട് സ്വരൂപനെ ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ചത്തിന് കാരകനായ ആ ഭഗവാന്റെ ഉള്ളിലാണ് നാമും കുടികൊള്ളുന്നത്. നമ്മിലും ഭഗവാൻ, ആ വിരാട് സ്വരൂപനായ ഭഗവാൻ, ഏകനായ അദ്വിതീയനായ ഭഗവാൻ നിലനിൽക്കുന്നു. ആ ഭഗവാൻ നമ്മിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ഭഗവാൻ ചെയ്യേണ്ട റോളുകൾ തീർന്നു കഴിയുമ്പോൾ, നമ്മെ കൊണ്ട് ഭഗവാൻ ഈ ശരീരത്തെ കൊണ്ട് കർമ്മങ്ങൾ എപ്പോഴാണോ ചെയ്ത് അവസാനിപ്പിക്കുന്നത്, അപ്പോൾ ആ കർമ്മം തീരുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടി അടുത്ത ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ ശരീരങ്ങളോട്, രൂപങ്ങളോട്, പേരുകളോട് കൂടി പല പല റോളുകളാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. പക്ഷിമൃഗാദികളുടെ രൂപത്തിൽ യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, സർപ്പങ്ങൾ, അപ്സരസുകൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും ജീവങ്ങളുടെ, എല്ലാ ജീവജാലങ്ങളുടെയും ജീവികളുടെയും എല്ലാറ്റിൻ്റെയും രൂപത്തിൽ ഭഗവാൻ ഇവിടെ പല പേരുകളിൽ, നാമങ്ങൾ, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല ലിംഗഭേദങ്ങളിൽ ഒരാളായ ഭഗവാൻ അനേകമായി കോടാനുകൂടിയായി ഇവിടെ കാണുന്നു. ഇതാണ് വിരാട് സ്വരൂപൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് ഭഗവത് നാമത്തിൽ വിശ്വസിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ലയിപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.